ഹായ് ഓൾ, നമ്മൾ സെറി ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് സെറി ത്രെഡും ഫുൾ ബീഡും വെച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെറി ത്രെഡും ഫുൾ ബീഡും എടുത്തിട്ടുണ്ട്. ഈ ഫുൾ ബീഡ് എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ കളറിലുള്ള ഫുൾ ബീഡാണ് എടുത്തത്. അതും ചെറിയ സൈസിലുള്ള ബീഡാണ് എടുത്തത്. എങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് നോർമലി നമ്മൾ ചെയ്യും പോലെ ഒരു ലൂപ്പിനെ എടുത്തു കൊടുക്കുക. ലൂപ്പിനെ ഇങ്ങനെ എടുത്തു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ എത്ര സെറി ത്രെഡ് കൊണ്ട് എത്ര ചെയിൻ ഇടുന്നു, എത്ര ബീഡ്സ് ഇടുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു 3 ചെയിന് ഒരു ബീഡ്, ഒരു 3 ചെയിന് ഒരു ബീഡ്, അങ്ങനെ ഒരു ഈവൺ ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെയിന് ഒരു ബീഡ്, ഒരു ചെയിന് ഒരു ബീഡ് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ രണ്ട് ചെയിന് 2 ബീഡ്, അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഒരേ ലെങ്ത്തിലുള്ള ചെയിന് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോരോ ചെയിനും കൗണ്ട് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഞാനിതാ ഒരു 3 ചെയിന് ഇട്ടിട്ടുണ്ട്. ഈ 3 ചെയിൻ ആയി കഴിഞ്ഞതിന് ശേഷം വരുന്ന ഈ ഒരു ലൂപ്പിലേക്കാണ് നമ്മൾ ഒരു ബീഡിനെ ഇറക്കി കൊടുക്കുന്നത്. അങ്ങനെ ഒരു ബീഡിനെ ഇറക്കി കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് അടുപ്പിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ ചെയിൻ ഇടാൻ വേണ്ടി നോക്കുക. ഇങ്ങനെ ഒരു ചെയിന്, 2 ചെയിന്, നമ്മളിടുന്ന ചെയിന് കൗണ്ട് ചെയ്ത് വെക്കുക. അപ്പോഴേ നമുക്ക് ആ ഒരു ചെയിനിൻ്റെ ഡിസ്റ്റൻസും ബീഡ്സിൻ്റെ ഡിസ്റ്റൻസും ആയിട്ട് കറക്റ്റിൽ കിട്ടുകയുള്ളൂ. വീണ്ടും ഇതിലേക്കൊരു ബീഡ്സിനെ ഇറക്കി കൊടുക്കുക. നന്നായിട്ട് ഒന്ന് അടുപ്പിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെയിൻ എടുക്കുക. വീണ്ടും ചെയിനെ കൗണ്ട് ചെയ്തെടുക്കുക. നമ്മളിട്ട ചെയിനിൻ്റെ ഒരേ ലെങ്ത്തിലും ഒരേ നമ്പറിലും ഇട്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകാനാവുള്ളൂ. അപ്പം ഇങ്ങനെയാണ് സെറി ത്രെഡ് ചെയിൻ വിത്ത് ബീഡ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇവിടെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലും നമുക്ക് ബീഡിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ചെയിൻ ഇട്ടതിന് ശേഷം ബീഡിട്ട് തുടങ്ങാം. അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ, നമ്മൾ ഏത് ഡിസൈനാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കിതിൽ എന്ത് മാറ്റം വേണമെങ്കിലും വരുത്തി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എവിടെയാണോ നിർത്തേണ്ടതെന്ന് വെച്ചാൽ അവിടെ എൻഡ് ലോക്ക് ഇട്ടതിന് ശേഷം ത്രെഡ് കട്ട് ചെയ്തെടുക്കാം.